Hello everyone. Today I am going to discuss about giant chromosomes. What is giant chromosomes? Giant chromosomes are the exceptionally enlarged and highly specialized chromosomes found during some stages in the life cycle of certain cells. In some organisms, there are special tissues in which chromosomes undergo structural specialization. Such specialized chromosome include the giant chromosome. അപ്പോൾ ഈ giant chromosomes എന്ന് പറയുന്നത് സാധാരണ ഉള്ള ക്രോമസോം സൊമാറ്റിക് ക്രോമസോമിനെ അപേക്ഷിച്ച് അതിന്റെ 1000 times വലുപ്പത്തിൽ കാണപ്പെടുന്നതിനെയാണ് giant chromosomes എന്ന് വിളിക്കുന്നത്. ഈ giant എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വലിപ്പം കൂടിയ അല്ലെങ്കിൽ ഭീമമായ എന്നുള്ളതാണ്. അപ്പോൾ വലിയ ക്രോമസോംസിനെ ആയതുകൊണ്ടാണ് ഇതിനെ giant chromosomes എന്ന് വിളിക്കുന്നത്. And there are two kinds of giant chromosomes, that is polythene chromosome and Lamb-Rush chromosomes. അപ്പോൾ polythene chromosomes എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോളി എന്ന് പറയുന്നത് മെനി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ polythene എന്ന് പറയുന്നത് ഇത് മൾട്ടി സ്ട്രാൻഡഡ് ആണ്, അതുകൊണ്ടാണ് അതിനെ polythene എന്ന് വിളിക്കുന്നത്. അത് ഇറ്റ്സ് ഫോർമലി കോൾഡ് സലൈവറി ഗ്ലാൻഡ് ക്രോമസോംസ്. അതായത് സലൈവറി ഗ്ലാൻഡിൽ കാണപ്പെടുന്നു. ഫസ്റ്റ് ഡിസ്കവറി ചെയ്തതുകൊണ്ട് അതിനെ സലൈവറി ഗ്ലാൻഡ് ക്രോമസോംസ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ അതിന് വേറെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ലൈക്ക് മൾട്ടി സ്ട്രാൻഡഡ് ഗെയിൻ ക്രോമസോംസ് ഫോംഡ് ഓഫ് എ ബണ്ടിൽ ഓഫ് മെനി ഐഡന്റിക്കൽ ക്രോമാറ്റിഡ്സ്. അതായത് ഇത് മൾട്ടി സ്ട്രാൻഡഡ് ആണ്, ഒരുപാട് സ്ട്രാൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ മൾട്ടി സ്ട്രാൻഡഡ് giant chromosomes എന്നും കൂടി വിളിക്കാറുണ്ട്. And the multi-strandedness of these chromosomes is called polygyny. Okay, polythene chromosomes are found in the synergoids and antipodal cells of the ovules of certain angiosperms, some protozoans, and in the salivary glands, intestinal epithelium, Malpighian tubules, fat body cells, ovarian cells of the larvae of some dipteran insects. അതായത് ഡിപ്റ്ററൻ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ട് ചിറകുകളുള്ള ഇൻസെക്ട്സ്. ഫോർ എക്സാമ്പിൾ ഡ്രോസോഫില്ല ആൻഡ് കൈറനോമസ്. ഇതിൽ വരുന്ന ഇൻസെക്ട്സിൽ നമുക്ക് ഈ പോളിത്തീൻ ക്രോമസോംസ് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ they were first observed by the Balbiani, and they also occur in rectal epithelium and Malpighian tubules. And the major features of polythene chromosomes are unusually large size. അതിന്റെ വലിപ്പമാണ് അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ ആയിട്ട് പറയുന്നത്. പോളിജിനി ഓർ മൾട്ടി സ്ട്രാൻഡ്നെസ്, ഡിസ്റ്റിന്റ് ബാൻഡ്സ് ആൻഡ് ഇന്റർബാൻഡ്സ്. അതായത് ഈ പോളിത്തീൻ ക്രോമസോംസിൽ നമുക്ക് കുറെ ഇന്റർബാൻഡ്സും അതുപോലെ തന്നെ ബാൻഡ്സും കാണാൻ സാധിക്കും. ഈ ബാർകോഡ് പോലെ ഡാർക്കൺ ചെയ്തതായിട്ടും ലൈറ്റൻ ചെയ്തതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രോമിനന്റ് പബ്സ് ഓർ ലോക്കൽ സ്വെല്ലിങ്സ്, നമുക്കതിലെ ഒരു ലോക്കൽ സ്വെല്ലിങ്സ് കാണാൻ സാധിക്കും. ആൻഡ് എ സീരീസ് ഓഫ് ലാറ്ററൽ ലൂപ്സ് കോൾഡ് ബാൽബിയനി റിംഗ്സ്. ഈ ബാൽബിയനി എന്ന് പറയുന്ന ബയോളജിസ്റ്റ് ആണ് ഇത് ഡിസ്കവർ ചെയ്തത്, അതുകൊണ്ടാണ് അതിനെ ബാൽബിയനി റിംഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് dipteran polythene chromosome consists of a bundle of many extended and identical chromatids produced by the repeated cycles of chromosome replication without accompanying nuclear duplication and cell division, a process called endo-reduplication or endomitosis. The number of strands doubles after every round of DNA replication or chromatin duplication. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പോളിത്തീൻ ക്രോമസോം എന്ന് പറയുന്നത് ഒരു സാധാരണ സൊമാറ്റിക് ക്രോമസോമിനേക്കാളും 1000 times ലാർജർ ആയിരിക്കും. പോളിത്തീൻ ക്രോമസോം ആർ ജോയിൻഡ് ടുഗെദർ അറ്റ് ദെയർ സെൻട്രോമിയേഴ്സ് ബൈ എ പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ കോൾഡ് ക്രോമോസെൻഡർ. പിന്നെ പറയുന്നത് പോളിത്തീൻ ക്രോമസോം ഹാവ് എ ഡെഫിനിറ്റ് ബാൻഡിംഗ് പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ. They have a characteristic banded appearance with a series of dense and dark bands alternating with the light interbands. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ആ ക്രോമസോമിൽ നമുക്ക് ഈ ബാൻഡിങ് പാറ്റേൺ കാണാൻ സാധിക്കും. അതായത് ഡാർക്കൺ ചെയ്തും അതുപോലെ ലൈറ്റൻ ചെയ്തും ഒക്കെ ഒരു ബാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. This is due to the tight pairing of the multiple copies of chromatids. അപ്പോൾ അത് ക്രോമാറ്റിഡ്സിന്റെ
ടൈറ്റ് പെയറിങ് കാരണമാണ് അത് ഡാർക്കായിട്ടും അതുപോലെ തന്നെ അതിന്റെ ഇത് കുറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അത് ലൈറ്റ് ആയിട്ടും കാണുന്നത്. നിയർലി 85% of chromosomal DNA is in the dark bands and the remaining 50 in the interbands. Bands are mostly heterochromic and interbands are euchromatic. It is assumed that the band region is formed by the merger of the chromosomes adjoining chromatids through the condensation and localized supercoiling of the chromatin filaments. In most cases, the bands completely encircle the chromosome, forming a circular disc. The bands are polygenic and each of them is believed to contain many tissue-specific genes. അതായത് ഈ പറയുന്ന ബാൻഡ്സിൽ സ്പെസിഫിക് ജീൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈച്ച് ജീൻ മേ ഹാവ് മൾട്ടിപ്പിൾ കോപ്പീസ് വിച്ച് ആർ നോട്ട് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ഓൾ ദ ടൈം. അതായത് ആ ജീൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല, ചില സമയങ്ങളിൽ മാത്രം. Interbands are believed to contain housekeeping genes which are constantly transcribed and translated into products necessary for the cell. And we are going to chromosome form. At some stages in the larval growth of insects, one or more specific bands enormously enlarge and bulge out, forming local swellings called chromosome puffs. അതായത് ചില സ്റ്റേജസിലെ, അതായത് ലാർവൽ സ്റ്റേജിന്റെ ഗ്രോത്തിന്റെ സമയത്ത് സ്പെസിഫിക് ബാൻഡ്സ് ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരും. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ, അതൊരു പൊന്ത് പോലെ ആയിട്ട് വീർത്ത് വരും. അതിനെയാണ് ഈ ക്രോമസോം പഫ്സ് എന്ന് പറയുന്നത്. They are formed by the uncoiling of DNA and the unfolding of chromatin filaments. അതായത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ DNA-യുടെ അൺകോയിലിങ്ങിനും അതുപോലെ തന്നെ അൺഫോൾഡിങ്ങും വരുമ്പോഴാണ്, ക്രോമാറ്റിന്റെ അൺഫോൾഡിങ്ങും വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അതിങ്ങനെ സെല്ലായിട്ട് വരാം. അപ്പോൾ പഫ്സ് ആർ ദ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് എക്സ്പാൻഷൻസ് or extensions of chromatin. So they are the active centers of synthesis and accumulation of RNA. In some cases, in addition to RNA, extra DNA is also produced during puffing. ചില സമയത്ത് എക്സ്ട്രാ DNA അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് DNA puffs എന്ന് വിളിക്കുന്നത്. They are specific gene amplification sites which are responsible for differentiation and development. Okay, അപ്പോൾ in some puffs, chromatin filaments are drawn out of a series of lateral loops called Balbiani rings. അതായത് എക്സ്ട്രീംലി ലാർജ് പഫ്സിനെയാണ് നമ്മൾ ബാൽബിയാനി റിങ്സ് എന്ന് പറയുന്നത്, ഉള്ളതിൽ ഏറ്റവും വലിപ്പമുള്ളതിനെ. ഓക്കെ, there are 4 categories of chromosome puffs, that is stage specific puffs, അതായത് which appear during a particular stage of development, such as molting. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രം അപ്പിയർ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അതിനെ സ്റ്റേജ് സ്പെസിഫിക് പഫ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ടിഷ്യൂ സ്പെസിഫിക് പഫ്സ്, അതായത് അത് ആക്റ്റീവ് ആയിട്ടുള്ളത് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ടിഷ്യൂസിൽ മാത്രമായിരിക്കും, വൺ ടിഷ്യൂലായിരിക്കും, മറ്റതിലൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല. പിന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് പഫ്സ് വിച്ച് ആർ ആക്റ്റീവ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻ എ സ്പെസിഫിക് ടിഷ്യൂ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടിഷ്യൂല് ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. പിന്നെ എൻവിയോൺമെന്റലി ഇൻഡ്യൂസ്ഡ് പഫ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് അപ്പിയർ ഇറ്റ് റെസ്പോൺസ് ടു ആൻ എൻവിയോൺമെന്റൽ ചേഞ്ച്, എൻവിയോൺമെന്റൽ ചേഞ്ചിനെ തുടർന്നിട്ട് അപ്പിയർ ചെയ്യുന്ന പഫ്സ് ആണ്. അതിനെ സച്ച് ആസ് ഹീറ്റ് ഷോക്ക്, അതിനെയാണ് എൻവിയോൺമെന്റലി ഇൻഡ്യൂസ്ഡ് പഫ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതാണ് ക്രോമസോം പഫ്സ്. ഈ സ്വെല്ല് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ക്രോമസോം പഫ്സ്. ആൻഡ് ഇന്റർബാൻഡ്സും നമുക്ക് കാണാൻ സാധിക്കും, ഡാർക്ക് ബാൻഡ്സും ഉണ്ട്, ലൈറ്റ് ബാൻഡ്സും ഉണ്ട്. ഈ ബാർകോഡ് പോലെ കാണപ്പെടുന്നതാണ് ഇന്റർബാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് പഫിങ്ങിന്റെ കാര്യമാണ്. പഫിംഗ് ഈസ് എ സൈക്ലിക് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്. അറ്റ് definite times puffs appear, grow and finally disappear to repeat the whole cycle over again. Puffing involves the regular succession of 4 major events
namely excessive accumulation of acidic proteins, detachment of DNA-bound basic proteins to expose the DNA for transcription, despiralization and decondensation of chromatin, active synthesis and storage of RNAs. Okay. Puffs and Balbiani rings are regarded as the active centers of DNA duplication and RNA synthesis. Hence, puffing is interpreted as a manifestation of gene expression. Since active DNA duplication occurs in puffs, they may contain heavy accumulation of redundant and repetitive DNA sequences. And next is endomitosis. What is endomitosis? The enormous size of polygyny or multi-strandedness of different polyethylene chromosomes are the result of a peculiar kind of chromosomal reduplication called endomitosis. Endomitosis is a kind of somatic polyploidization through multiple rounds of chromosome duplication without accompanying cell division. It takes with the intact nuclear envelope. Okay. Endomitosis involves repeated DNA replication and chromosome duplication without the separation of daughter chromosome. അതായത് റിപ്പീറ്റഡ് ആയിട്ട് DNA replication നടന്നുകൊണ്ടിരിക്കും ആൻഡ് ക്രോമസോം ഡ്യൂപ്ലിക്കേഷനും സംഭവിക്കും, പക്ഷെ സെപ്പറേഷൻ ഉണ്ടാവില്ല. ഡോക്ടർ ക്രോമസോം സെപ്പറേറ്റ് ഇല്ല. The result is in a corresponding doubling of the DNA content during every duplication. Thus, endomitosis is an ingenious strategy for gene amplification. The duplicated DNA strands do not separate in polygyny, but they separate in endopolyploidy, in which case also cell division is avoided. Endomitosis is quite common in certain types of cells of plants and animals. Examples are human liver cells and the macronucleus of ciliates. Next one is Lamb-Rush chromosomes. It was first observed by Fleming in 1882 and then named and described by Ruckert in 1892. These are the highly extended type of gained chromosomes with a series of paired lateral loops of all along the length of a central axis. The whole structure looked like a Victorian Lamb-Rush. എന്തുകൊണ്ടാണ് ഇതിന് ലാംബ്രഷ് ക്രോമസോമിന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാബൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷിന്റെ സ്ട്രക്ചർ പോലെ തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഇതിന് ആ പേര് വരാൻ കാരണം. ആൻഡ് ലാംബ്രഷ് ക്രോമസോംസ് ആർ ദ ലോങ്സ്റ്റ് ഓഫ് ഓൾ ക്രോമസോംസ്. ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ക്രോമസോമാണ് ലാംബ്രഷ് ക്രോമസോംസ്. And this enormous size is attained by the growth of chromatids. And they are characteristically found in the diploiting stage of the primary oocytes of insects, sharks, amphibians, reptiles and birds. And they may be longer than polyethylene chromosome. Polyethylene chromosomes-നെക്കാട്ടിലും വലിപ്പമുള്ളതായിരിക്കും ലാംബ്രഷ് chromosomes. And is found in the oocytes of salamanders are the largest of all known chromosomes. ഉള്ളതിൽ കണ്ടുപിടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ലാംബ്രഷ് ക്രോമസോംസ് ഉള്ളത് സലമാൻഡറിലാണ്, ഊസൈറ്റ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നതിന്റെ സ്ട്രക്ചറാണ്. ലാംബ്രഷ് chromosomes consist of a central axis and a paired series of loop-like lateral extensions. The central axis consists of two bivalent homologous chromosomes, each with two chromatids. The chromatids are drawn out into paired lateral loops. So the central axis extends to the lateral loops as loop axis. Loop axis only a single chromatid of one of the chromosome. Lateral loops contain bundles of submicroscopic fibrils. Both the central axis and loop axis are formed of deoxyribonucleoprotein. The loop axis may be coated with a matrix of RNA and proteins. Lateral loops
contain a fully extended DNA duplex. They are believed to be formed by the uncoiling of the sister chromatids, making their DNA available for transcription. Lateral loops are the units of genetic activity and active centers of genetic transcription, that is RNA synthesis. Each loop may contain one or more transcription units. And then the chromosomal axis may contain a paired series of granular chromosomes. It is the form of these regions that loop axis extended out. Usually 1 to 9 loops may arise from each chromomere. Small swellings without loops may be present towards the end of the central axis. They represent the telomeres. Each bivalent may contain a loopless swelling also. It represents the centromere. And this is the structure of a LBC. The telomeric loop, and this is the telomeric loop, and side loops, chromatid without loops. Okay. It involved in the synthesis of RNA and proteins, and the loop is supposed to synthesis at a high rate because it repetitive gene sequence. And there are also reports that the LBC help in the formation of yolk material in the egg. In conclusion, giant chromosomes in the Lamb-Rush form are useful model for studying chromosome organization, genome function, and gene expression during meiotic process, since they allow the individual transcription units to be visualized. Moreover, Lamb-Rush chromosomes are widely used for high-resolution mapping of DNA sequence and construction of detailed cytological maps of individual chromosomes. Thank you.